ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്റർ 10 IT ആപ്ലിക്കേഷൻസ്. ഈ വർഷത്തെ അവസാനത്തെ ചാപ്റ്ററാണ്. ചെറിയൊരു ചാപ്റ്ററാണ്. IT ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ICT ആപ്ലിക്കേഷൻസ്. എന്താണ് IT, എന്താണ് ICT എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും കമ്പ്യൂട്ടറുമായി അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായി നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ICT ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത്, അതുപോലെ എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾ ഏതൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധാപൂർവം ഈ ചാപ്റ്റർ എല്ലാവരും പഠിക്കുക, കേൾക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. IT ആപ്ലിക്കേഷൻസ്. നമ്മൾ പറയുന്നത് IT ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. 10ാമത്തെ ചാപ്റ്റർ. IT എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി. നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത് എന്തിനായിരുന്നു? ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും അതുപോലെ ഡാറ്റകളെ മറ്റു മാർഗങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത്. യൂസ് ഓഫ് ദി കമ്പ്യൂട്ടർ ടു സ്റ്റോർ, റിട്രീവ്, ട്രാൻസ്മിറ്റ് ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ. അപ്പോൾ ഡാറ്റ ഇൻഫർമേഷൻ ഉണ്ടാക്കാൻ, അതിനെ സ്റ്റോർ ചെയ്യാൻ, അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നതിനാണ് IT, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ആശയം വരുന്നത്. പിന്നീട് ഈ കമ്പ്യൂട്ടർ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി വന്നു. അതായത് കമ്പ്യൂട്ടറിൻ്റെയും അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തം, ഇൻ്റർനെറ്റിൻ്റെ പ്രചാരം, ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിവിധ മേഖലകളിൽ നമുക്ക് കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ടി വന്നു, അല്ലേ? അതായത് വിദ്യാഭ്യാസ മേഖലകളിലും വിനോദ മേഖലകളിലും വ്യാപാര മേഖലകളിലും വാർത്താവിനിമയം, ഗതാഗതം, കാലാവസ്ഥ പ്രവചനം, ആരോഗ്യ രംഗം, ഇൻഷുറൻസ്, ബാങ്കിങ്, ബിസിനസ് മാനേജ്മെന്റ്, മുഴുവൻ സകലമാന മേഖലകളിലും നമ്മൾ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലേ? അതായത് ICT ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ ഉപയോഗിക്കുന്നതിന് ടെക്നോളജിയാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് IT. ITയുടെ ഒരു എന്താ പറയാ, വിപുലീകരണ രൂപമാണ്, ടെക്നോളജിയാണ് ICT എന്ന് പറയുന്നത്. ഇറ്റ് ഇന്റഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഈ ICTയില് കമ്മ്യൂണിക്കേഷനും അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസുകളും സംയോജിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. രണ്ടും ഒന്നിച്ച് നടത്താൻ കഴിയും. അപ്പൊ പണ്ടുകാല ITയിലായപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. ICT ആയപ്പോൾ കമ്മ്യൂണിക്കേഷനിലൂടെ ടെലികമ്മ്യൂണിക്കേഷൻസും കൂടെ കടന്നു വന്നു, അല്ലെ? അതുകൊണ്ടാണ് ഇതിന് ICTയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് ICT. അപ്പൊ ICTയിൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. മറ്റൊരു ഇൻഫർമേഷൻ ടെക്നോളജി ആയിരുന്നു എങ്കിൽ IT ഇപ്പോൾ അതെന്താണ് ICT ആയിട്ട് മാറിയിട്ടുണ്ട്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടെ കഴിയുന്നു എന്ന് പറയും. പലതരത്തിലുള്ള ICT ആപ്ലിക്കേഷൻസുകളാണ് നമുക്ക് നൽകുന്നത്, അല്ലെ? അതിൽ കുറച്ച് ഭാഗങ്ങളാണ് ഗവേണൻസ്, ബിസിനസ്, ലേണിംഗ്, അതുപോലെ ICT ആപ്ലിക്കേഷൻ ഹെൽത്ത് കെയർ, ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്ന ICT ആപ്ലിക്കേഷൻസ്, അതുപോലെ ICT എനാബിൾഡ് സർവീസ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സം ഓഫ് ദി IT ആൻഡ് ICT ആപ്ലിക്കേഷൻസ്. ഗവൺമെന്റ് മേഖലയിൽ എങ്ങനെയാണ് ICT ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത്, അതുപോലെ ഈ ബിസിനസ് രംഗത്ത് എങ്ങനെ, ലേണിംഗ് വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയാണ്, അതുപോലെ ഹെൽത്ത് കെയർ ആരോഗ്യ സംരക്ഷണത്തിൽ എങ്ങനെ ICT ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു,
അതുപോലെ ICT എനേബിൾഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. നമുക്കൊന്ന് ഓരോന്നും വിശദമായി നമുക്ക് പഠിക്കാം. ഓക്കെ, അത് നമുക്ക് ഗവേണൻസിനെ കുറിച്ച് പഠിക്കാം. ഗവേണൻസ് അല്ലേ? ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർക്കാരിന്റെ സേവനങ്ങൾ, ഗവൺമെന്റിന്റെ സേവനങ്ങൾ. ഈ ഗവൺമെന്റിന്റെ സേവനങ്ങൾ ICT ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നൽകുന്നു. അതായത് governance is the application of ICT for delivering government service to citizens in a convenient and efficient and transparent manner. അതായത് സർക്കാർ സേവനങ്ങൾ ICTയുടെ സഹായത്തോടെ കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് തക്ക സമയത്ത് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് സേവനങ്ങൾ വ്യക്തികളിലേക്ക് എത്തിക്കുക, കാര്യക്ഷമമായിട്ട്, അതുപോലെ തക്ക സമയത്ത് സുതാര്യതയോടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The objective of the governance to ensure that the service of the government reach public promptly and effectively. പെട്ടെന്ന് എന്താണ് കാര്യക്ഷമമായി ഗവൺമെന്റ് സർവീസുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ in Kerala we have many government departments like the motor vehicle department, education, revenue, etc., which have successfully implemented governance. ഇത് നോക്കൂ, നമ്മുടെ എല്ലാ മേഖലകളിലും ICT ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത് ഗവൺമെന്റ്. ഉദാഹരണം പറയാം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ ലൈസൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു RC, ഒരു വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് അല്ലെ, നമ്മളെന്താണ് ICT ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ ഓൺലൈൻ വഴി നമ്മൾ ഗവൺമെന്റ് സൈറ്റുകളിലൊക്കെ സന്ദർശിച്ച് നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ എന്താ പറയുക ആപ്ലിക്കേഷൻസ്, നമുക്ക് ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്നത്, ഒരു പരീക്ഷയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ICT ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ റവന്യൂ അല്ലെ, റവന്യൂ മേഖലകളിലും എല്ലാത്തിനും നമ്മൾ ICT ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ, ഇതല്ലാത്ത മേഖലകളും ഉണ്ട് അല്ലെ, ഇവരൊക്കെ എന്താണ് നമ്മൾ ICT ആപ്ലിക്കേഷൻ വിജയകരമായിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ പൗരന്മാർക്ക് ഗവൺമെന്റിന്റെ സർവീസസുകളെ എത്രയും പെട്ടെന്ന് കാര്യക്ഷമമായി എത്തിക്കുക എന്നാണ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഒരു ICT ആപ്ലിക്കേഷൻസ് ആണ് ഗവേണൻസ്. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ഇൻ ഗവേണൻസ്. ഗവേണൻസിലെ ഗവേണൻസുമായി ഇടപെടൽ എന്നതിന്റെ വിഭാഗം, അതായത് ഗവേണൻസുമായി എങ്ങനെ ഇടപെടാം എന്നാണ് പറയുന്നത്. ഇവിടെ 4 തരത്തിലുള്ള ഇടപെടൽ ഇന്ററാക്ഷൻസുകളാണുള്ളത്. ഒന്ന് ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ടു എംപ്ലോയീസ്. G2G ഗവൺമെന്റ് ടു ഗവൺമെന്റ്, G2C ഗവൺമെന്റ് ടു സിറ്റിസൺ, G2B ഗവൺമെന്റ് ടു ബിസിനസ്, G2E ഗവൺമെന്റ് ടു എംപ്ലോയീസ്. ഇങ്ങനെ 4 തരത്തിലുള്ള ഇന്ററാക്ഷൻ ആണ് ഇനി നമ്മൾ പറയുന്നത്. ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ഗവേണൻസിലുള്ള ഇന്ററാക്ഷൻ, ഗവൺമെന്റ് മറ്റുള്ളവർക്ക് നൽകുന്ന ഇടപെടലുകൾ, ഗവൺമെന്റ് എങ്ങനെ ഇടപെടുന്നു എന്നതാണ്. ഫസ്റ്റ് ഗവൺമെന്റ് ടു ഗവൺമെന്റ്. ഇതെന്താ? ഇറ്റ് ഈസ് എ ഇലക്ട്രോണിക് ഷെയറിംഗ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ among the government agencies and department or organization. അതായത് ഗവൺമെന്റ് വിവിധ വകുപ്പുകൾക്കും ഏജൻസികൾക്കും ഇടയിലുള്ള ആശയവിനിമയം, അതുപോലെ ഡാറ്റ ഷെയറിംഗ് അല്ലെ. ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾ, അതുപോലെ ഏജൻസി, ഇവകൾക്കിടയിലെ എന്താണ് ഇൻഫർമേഷൻസുകളെ ഷെയർ ചെയ്യുക വഴി എന്ത് ചെയ്യും? ഗവേണൻസിന്റെ ഇതുവഴി എന്ത് ചെയ്യുന്നു? ഗവേണൻസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അതായത് ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾ, അതായത് ഇലക്ട്രോണിക് ഷെയറിംഗ് ഓഫ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ എമംഗ് ദി ഗവൺമെന്റ് ഏജൻസി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ. ഗവൺമെന്റിന് പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുമല്ലോ. ഗവൺമെന്റ് ടു ഗവൺമെന്റിന് നൽകുന്ന ഇടപെടലാണ് അല്ലെ, ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ മറ്റു ഏജൻസികൾ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഇവക്ക് ഇടയിൽ എന്ത് ചെയ്യുന്നു?
ഡാറ്റയും ഇൻഫർമേഷൻസുകളോ ഷെയർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? G2G ഇൻട്രാക്ഷൻസ് ആണ്. ഇനി മറ്റൊന്നാണ് G2C എന്ന് പറയുന്നത്, ഗവൺമെന്റ് ടു സിറ്റിസൺ എന്ന് പറയുന്നത്. ഗവൺമെന്റ് വ്യക്തികൾക്ക് നൽകുന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്നത് G2C ആണ്. ഇറ്റ് ക്രിയേറ്റ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദി ഗവൺമെന്റ് ആൻഡ് സിറ്റിസൺ. ഹിയർ ദി സിറ്റിസൺ എൻജോയ് ദി ലാർജ് range of public service. It primary purpose of make e governance citizen friendly. അതായത് പൊതുസേവനങ്ങൾ കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ സൗകര്യങ്ങൾ. ഇറ്റ് ക്രിയേറ്റ് എ ഇന്റർഫേസ് ബിറ്റ്വീൻ ദി ഗവൺമെന്റ് ആൻഡ് സിറ്റിസൺ. വ്യക്തികളും അതുപോലെ ഗവൺമെന്റുകൾക്ക് ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് ICT ആപ്ലിക്കേഷൻ ഇവിടെ ഉപയോഗിക്കുന്നത്. Here the citizen enjoy the large public service. ഗവൺമെന്റിന്റെ പൊതു സർവീസസുകളെ വ്യക്തികൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ആസ്വദിക്കുന്നു. ഇറ്റ് ഈസ് പ്രൈമറി പർപ്പസ് ഓഫ് മേക്ക് ഗവൺമെന്റ് ആൻഡ് സിറ്റിസൺ ഫ്രണ്ട്ലി. ഇതെന്ത് ചെയ്യുന്നു? ഗവൺമെന്റും വ്യക്തികളെയും ഫ്രണ്ട്ലി ആക്കി തീർക്കാൻ, ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർവീസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ ആണ് ഗവൺമെന്റ് ടു സിറ്റിസൺ. അപ്പോൾ ഗവൺമെന്റിന്റെ സേവനങ്ങൾ വ്യക്തികളിലേക്ക് എത്തിക്കുന്ന ICT ആപ്ലിക്കേഷൻ. അതാണ് എന്ത് G2C എന്ന് പറയുന്ന ഇൻട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഗവൺമെന്റ് ടു ബിസിനസ്. ഗവൺമെന്റിന്റെ ടു ബിസിനസ്, ഗവൺമെന്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സർവീസുകള്, അതിൽ ഇൻട്രാക്ഷൻ ആണ് ഗവൺമെന്റ് ടു ബിസിനസ്. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് നൽകുന്നത് G2B എന്നാണ് പറയാ. G2B അതായത് എന്താ പറയാ, ഹിയർ ദി ഗവേൺസ് ടൂൾ ആർ യൂസ്ഡ് ടു എയ്ഡ് ദി ബിസിനസ് കമ്മ്യൂണിറ്റി ടു ഇന്ററാക്ട് വിത്ത് ദി ഗവൺമെന്റ്. അല്ലെ, എയ്ഡ് ദി ബിസിനസ് കമ്മ്യൂണിറ്റി, ബിസിനസ് സ്ഥാപനങ്ങളെ ഗവൺമെന്റുമായി ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഈ ഗവേൺസ്. അല്ലെ, G2B എന്ന് പറഞ്ഞാൽ ഗവേൺസ് ടൂളുകളെ ബിസിനസ് കമ്മ്യൂണിറ്റികളെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഈ ഗവേൺസ്. ദി ഒബ്ജക്റ്റീവ് ടു കട്ട് റെഡ് ട്രാപ്പിസം, സേവ് ദി ടൈം, റെഡ്യൂസ് ആൻഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിയേറ്റ് മോർ ട്രാൻസ്പെറന്റ് ബിസിനസ് എൻവയോൺമെന്റ് വൈൽ ഡീലിംഗ് വിത്ത് ദി ഗവൺമെന്റ്. എന്താ പറയുന്നത്? അതായത് ചുവപ്പ് നാട പ്രവണത, റെഡ് ട്രാപ്പിസം എന്ന് പറയും. അതായത് വലിയ കാലതാമസം ഉണ്ടാക്കുന്ന സർക്കാരിന്റെ ഔപചാരിക നടപടിക്രമം, അതാണ് റെഡ് ട്രാപ്പിസം എന്ന് പറയുന്നത്. അതായത് ഫയലിനുള്ളിൽ കുടുങ്ങിയിട്ട്, അതായത് ഒരു എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാതെ അതൊരു ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുന്ന, അതിനാണ് റെഡ് ട്രാപ്പിസം. ഇത് ഒഴിവാക്കിയിട്ട് സമയപരിധിക്കുള്ളിൽ സർക്കാരുമായുള്ള വ്യാപാര ഇടപെടലുകൾ കൂടുതൽ സുതാര്യമായി നടത്താൻ കഴിയുന്ന ഒരു ഗവേൺസ്, സുതാര്യമായി നടത്താൻ കഴിയുന്നു. അല്ലെ, അത് ഈ ബിസിനസ്സിലൂടെ കഴിയുന്നു. അവിടെ നടക്കുന്ന ഇൻട്രാക്ഷൻ ആണ് എന്ത്? ഗവൺമെന്റ് ടു ബിസിനസ് ഇൻട്രാക്ഷൻ. അപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റിന്റെ സർവീസസുകൾ നൽകുന്നത്, അത് ചുവപ്പ് നാടയിൽ കുടുങ്ങാതെ സമയം ലാഭിച്ച് അതുപോലെ സുതാര്യതയോടുകൂടെ എന്ത് ചെയ്യുന്നു? കൂടുതൽ സുതാര്യതയോട് വരുത്തി അതിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രവണതയാണ്, ഒരു ഇൻട്രാക്ഷൻ ആണ് ഗവൺമെന്റ് ടു ബിസിനസ്. ഈ മറ്റൊന്നാണ് ഗവൺമെന്റ് ടു എംപ്ലോയീസ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് എന്ന് പറഞ്ഞ വലിയ എന്താ പറയാ, എംപ്ലോയീസ്, ഒരു തൊഴിലാളി വർഗം അടങ്ങിയതാണ്. ഗവൺമെന്റ് ഒരുപാട് തൊഴിലാളികളുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ നയപരമായ കാര്യങ്ങൾ എംപ്ലോയീസിനെ അറിയിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ICT ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ നയപരമായ കാര്യങ്ങൾ എംപ്ലോയീസുമായി ഇൻട്രാക്ഷൻ നടത്തുന്നത് ഈ ഗവൺ ടു എംപ്ലോയി G2E എന്ന് പറയുന്ന സർവീസിലൂടെയാണ്, ഈ
ഇന്ററാക്ഷൻ വഴിയാണ് നടക്കുന്നത്. അതായത് സർക്കാരിന്റെ നയങ്ങൾ ജീവനക്കാര് നടപ്പിലാക്കുന്നത് കൊണ്ട് പരസ്പരം എന്ത് ചെയ്യാം, ഗവൺമെന്റിന് സമ്പർക്കം പുലർത്തേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ നയങ്ങൾ ജനങ്ങളെ എംപ്ലോയീസിനെ അറിയിക്കണമെങ്കിൽ എന്ത് വേണം, ഈ എംപ്ലോയീസുമായി ഗവൺമെന്റ് എപ്പോഴും എന്ത് വേണ്ടി വരും, സമ്പർക്കം പുലർത്തേണ്ടി വരും അല്ലേ. സർക്കാരിന്റെ നയപരിപാടികൾ പലതും എന്ത് ചെയ്യുന്നു, ഈ ഗവേൺസ് വഴി ഈ എംപ്ലോയീസിന് എത്തിക്കാൻ കഴിയുന്നു അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്നു, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അതുപോലെ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ICT ആപ്ലിക്കേഷൻ ടൂൾസ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയും. ഗവേൺസ് being the biggest employer has interacted with the employees on regular basis. The salary and personal details of the government employees are also managed through the e-governance service. അപ്പോൾ ജനങ്ങളുമായി അല്ലെങ്കിൽ എംപ്ലോയീസുമായി നിരന്തരം ബന്ധപ്പെടേണ്ടതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ സാലറി, അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഇവയൊക്കെ മാനേജ് ചെയ്യാൻ ഗവൺമെന്റിന് കഴിയുന്നു. ഇവിടെ നടക്കുന്ന ഇന്ററാക്ഷൻ ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറയുന്ന ഇന്ററാക്ഷൻ ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ 4 തരത്തിലുള്ള ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത്. ടൈപ്പ് ഓഫ് ദി ഇന്ററാക്ഷൻ ഇൻ ഇ ഗവേൺസ്. ഒന്ന് ഗവൺമെന്റ് ടു ഗവൺമെന്റ്, G2G ഷോർട്ടായി പഠിക്കാം. G2G ഗവൺമെന്റ് ടു ഗവൺമെന്റ്. ഗവൺമെന്റ് മറ്റു ഡിപ്പാർട്ട്മെന്റുമായി ഇന്ററാക്ട് ചെയ്യുന്നത്. അതുപോലെ ഗവേൺസ് ടു സിറ്റിസൺ, ഗവൺമെന്റ് വ്യക്തികളുമായി ഇന്ററാക്ട് ചെയ്യുന്നത്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വ്യക്തികൾക്ക് എത്തിക്കുക. അതുപോലെ ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ബിസിനസ് സ്ഥാപനവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സർവീസുകൾ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ ഗവൺമെന്റ് ടു എംപ്ലോയീസ്, ഗവൺമെന്റ് സർവീസുകൾ ഗവൺമെന്റിന്റെ എംപ്ലോയീസുകൾക്ക് എത്തിക്കുന്നത്. അതാണ് G2E. അപ്പോൾ ഈ 4 ഇന്ററാക്ഷൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു നോക്കണം. ഇങ്ങനെ 4 തരത്തിലുള്ള ഇന്ററാക്ഷൻ ആണ് ഇ ഗവേൺസിൽ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ച ഏതാണ്, ഇ ഗവേൺസ്. അതായത് ഗവൺമെന്റിന്റെ സർവീസുകളെ വ്യക്തികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇ ഗവേൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. 10ാമത്തെ ചാപ്റ്റർ IT ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ICT എന്താണ്, IT എന്താണ്, തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ IT ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, ഇ ഗവേൺസ്, ഇ ബിസിനസ്, ഇ ലേണിംഗ്, ICT ആപ്ലിക്കേഷൻ ഇൻ ഹെൽത്ത് കെയർ, ICT എനാബിൾഡ് സർവീസ്. ഇതിലെ ഒന്നാമത്തെ ICT ആപ്ലിക്കേഷൻ ഇ ഗവേൺസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഇ ഗവേൺസ്, അതിൻ്റെ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഇൻ ഇ ഗവേൺസ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തു, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഇ ഗവേൺസ്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി അതിൻ്റെ ഇ ഗവേൺസിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ അതിൻ്റെ ചലഞ്ചസും നമുക്ക്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ വെബ്സൈറ്റും നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ പാഠങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.